എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ മൊട്ടപ്പനും ആ ഒരു ചിന്നപ്പയ്യനും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ആ ചിന്നപ്പയ്യനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഫയർ പവർ അതുപയോഗിച്ച് മൊട്ടപ്പനെ അറഞ്ചം പുറഞ്ചം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ പവർ കണ്ട് ഷോക്കാവും. കാരണം 3 വർഷങ്ങൾക്ക് മുൻപ് അവൻ അറ്റാക്ക് ചെയ്ത് കൊന്ന ആ ഒരു മുടിയൻ അവൻ ഉപയോഗിച്ചതും ഇതേ പവർ തന്നെയാണ്. ഗോക്കു ആ പവറിനെ കുറിച്ചും ആളെക്കുറിച്ചും പറയുന്നത് കേട്ട ആ മാർഷൽ ആർട്സ് മാൻ അവനാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഗോക്കുവിനോട് ചോദിക്കും. ഗോക്കു ആണെങ്കിൽ അതൊന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ആ ഒരു മുടിയനെ താൻ ഇല്ലാതാക്കിയെന്നുള്ള കാര്യം അവനോട് പറയുകയാണ്. അവനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അതിനുശേഷം ആ മുടിയന്റെ ബ്രദറായിട്ടുള്ള മാർഷൽ ആർട്സ് എൽഡർ ആളോട് ആ കാര്യം പറയാണ്. ആളാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഷോക്കാവും. ഒരു കാരണവശാലും അവരുടെ ടീമിലുള്ള ആരെയും അവരോട് കൂടെ വിടാൻ പാടില്ല എന്ന് ആൾ അടിച്ചു പറയും. അതേസമയം ഇവിടെ ചിന്നപ്പയ്യനാണെങ്കിൽ അവന്റെ ഫയർ പവർ അത് കുറെ കൂടെ വലുതാക്കി മാറ്റി മൊട്ടപ്പന് നേരെ എയിം ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ രണ്ടാമൊന്നും ആലോചിക്കില്ല. മാസ്റ്റർ റോഷിയുടെ പവർ ഹാമേ ഹാമേ പവർ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഗോക്കു ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് കൊടുക്കും. പക്ഷേ മാസ്റ്റർ റോഷി ആളാണെങ്കിൽ അതുകൊണ്ട് ടെൻഷനായി ഉച്ചത്തിൽ നിലവിളിക്കും. ഒരു കാരണവശാലും ഹാമേ ഹാമേ പവർ നീ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിനുള്ള സ്ട്രെങ്ത് ഇതുവരെ നിനക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ മാസ്റ്ററുടെ വാക്കുകൾ അത് അവന്റെ ചെവിയിൽ പതിയുന്നതിന് മുൻപ് തന്നെ ആ ചിന്നപ്പയ്യൻ അവന്റെ പവർ ഇപ്പോൾ മൊട്ടപ്പന് നേരെ അയക്കുകയാണ്. അതൊരു വലിയ ബോംബ് പോലെ സ്റ്റേജിലേക്ക് വന്ന് പതിച്ച് അങ്ങനെ പൊട്ടി അങ്ങനെ തെറിക്കും. ആ ഒരു ചൂടിലും ശക്തിയിലും എല്ലാവരും അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. തീയൊക്കെ അണഞ്ഞതിന് ശേഷം അവൻ ആ സ്റ്റേജിലേക്ക് നോക്കും. അവിടെ നമ്മുടെ മൊട്ടപ്പനെ കാണാനില്ല. നോ, അവൻ എന്തു പറ്റി? അവൻ എന്റെ അറ്റാക്കിൽ വീണു പോയില്ലേ ചിന്തിച്ച് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമ്മുടെ മൊട്ടപ്പൻ അവന്റെ തൊട്ട് പിന്നിൽ. മൊട്ടപ്പൻ ആ ഹാമേ ഹാമേ പവർ അവന്റെ നേർ കാഞ്ഞടിപ്പിക്കും. അത് കറക്റ്റായിട്ട് അവന്റെ ദേഹത്ത് ആഞ്ഞടിച്ച് അങ്ങനെ കിലോമീറ്ററുകളോളം അവൻ തെറിച്ചു പോകും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവന്റെ പേര് വിളിക്കും. അത് കേട്ട് അവനാണെങ്കിൽ ഇപ്പൊ താഴേക്ക് വീഴുന്നതിന്റെ തൊട്ട് മുൻപായി പോസ് ചെയ്യും. അതിനുശേഷം വീണ്ടും കളിക്കളം നോക്കി അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം ഇതൊരു ഹെവി പഞ്ചായിരുന്നു. അതിൽ നോക്കൗട്ട് ചെയ്യാന്നാണ് അവൻ കരുതിയത്. ഇവിടെ മാസ്റ്റർ റോഷി ആണെങ്കിൽ വലിയൊരു ഞെട്ടലിലാണ്. കാരണം മൊട്ടപ്പനെ കൊണ്ട് ആ ഒരു ഹാമേ ഹാമേ പവർ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ആളിപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഓ നോ, ഞാൻ പവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവൻ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇവിടെ ബുൽമാൻ ടീമിനും ഇപ്പൊ നമ്മുടെ മൊട്ടപ്പനെ കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനം. ഗോക്കുവിനാണെങ്കിൽ മൊട്ടപ്പനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവൻ എന്തും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സ്വായക്തമാക്കുന്നുള്ള വിശ്വാസം അത് ഗോക്കുവിനുണ്ട്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഇപ്പോ ആ ഒരു ചിന്നപ്പയ്യനെ നോക്കും. എന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവന്റെ കോൺഫിഡൻസിന് യാതൊരു കുറവുമില്ല. അവന്റെ തൊപ്പി ഊരി ഞാൻ എന്റെ സ്പെഷ്യൽ ടെക്നിക്ക് അത് ഉപയോഗിക്കാൻ പോവാണെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ഓടി അടുക്കും. അടുത്ത നിമിഷം അവൻ അങ്ങനെ ഫ്ലൈ ചെയ്ത് കറങ്ങി കറങ്ങി മൊട്ടപ്പനെ ആഞ്ഞെട്ടിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ കിക്ക് കിട്ടി അടിച്ച് താഴെ വീഴും. ഇത് സ്പെഷ്യൽ ടെക്നിക്കൊന്നും അല്ല, ഇതെനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് നമ്മുടെ മൊട്ടപ്പൻ ഫ്ലൈ ചെയ്തു വന്ന് കിക്ക് ചെയ്യും. പക്ഷേ മൊട്ടപ്പന്റെ തല അതാ ചിന്നപ്പയ്യന്റെ തലയെ അപേക്ഷിച്ച് വളരെ വീക്കാണ്. അവന്റെ ഇടിയിൽ ചിന്നപ്പയ്യന്റെ തല തകർന്ന് അവൻ താഴേക്ക് വീഴുകയാണ്. വേദന കൊണ്ട് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയം ചിന്നപ്പയ്യൻ മുകളിൽ നിന്ന് കറങ്ങി കറങ്ങി താഴേക്ക് വരികയാണ്. ഗോക്കു ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു കാറും. അത് കേട്ട് അവൻ മുകളിലേക്ക് നോക്കും. അവൻ ക്ലോസ് എത്തിക്കഴിഞ്ഞു. മൊട്ടപ്പനാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് തെന്നി മാറും. ആ ഒരു ചിന്നപ്പയ്യനാണെങ്കിൽ ഫ്ലോറിൽ ആഞ്ഞടിച്ച് ഫ്ലോർ തകർത്ത് താഴേക്ക് പോവാണ്. അതിനുശേഷം പതിയെ മുകളിലേക്ക് കയറി വരും. മൊട്ടപ്പനാണെങ്കിൽ തിരിയിളകി നിൽക്കുന്ന അവനെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ചിന്നപ്പയ്യനാണെങ്കിൽ ഇപ്പോൾ ഒരു ടവലെടുത്ത് അവന്റെ തല തുടയ്ക്കും. അതിനുശേഷം വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അത് കണ്ട് മാർഷൽ ആർട്സ് എൽഡർ ആണെങ്കിൽ അവന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ ഒരു കാരണവശാലും നിന്റെ എയിമിൽ നിന്ന് നീ വിട്ടുമാറാനായിട്ട് പാടില്ല. ആ ചിന്നപ്പയ്യനാണെങ്കിൽ വീണ്ടും മുട്ടപ്പന്റെ നേർക്ക് കറങ്ങി അടുക്കും. ഗോക്കു ആണെങ്കിൽ അവന്റെ അറ്റാക്ക് ഡോച്ച് ചെയ്യാനായിട്ട് പറയും. അത് കേട്ട് മുട്ടപ്പൻ ഇപ്പൊ അവന്റെ തല പിടിച്ച് ലോക്ക് ചെയ്ത് പതിയെ പതിയെ പുറകിലേക്ക് പോകും. റിമ്മിലെത്തി കഴിയുമ്പോൾ നമ്മുടെ മുട്ടപ്പനാണെങ്കിൽ അവന്റെ സ്പീഡ് അത് കംപ്ലീറ്റ് ആയിട്ട് അവന്റെ പവർ ഉപയോഗിച്ച് കുറയ്ക്കുകയാണ്. ഇനി എന്റെ സെക്ഷനാണെന്ന് പറഞ്ഞ് ഇപ്പൊ മുട്ടപ്പനാണെങ്കിൽ അവനെ അറഞ്ചം പുറഞ്ചം അട്ടിക്കും. ആ സമയം ആ ചിന്നപ്പയ്യൻ അവന്റെ എക്സ്ട്രാ പവർ ഉപയോഗിച്ച് ഇപ്പോ മുട്ടപ്പന്റെ വയറ്റില് ഒരു വലിയ പ്രഷർ കൊടുക്കും. അവനെ കൊണ്ടാണെങ്കിൽ ആ വേദനയും പ്രഷറും താങ്ങാനായിട്ട് കഴിയില്ല. ഇവിടെ ആ എൽഡർ ആണെങ്കിൽ മുട്ടപ്പനെ കൊല്ലാനായിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട് അവനാണെങ്കിൽ മുട്ടപ്പനെ ആ ചുമരിലേക്ക് ആഞ്ഞടിപ്പിക്കുകയാണ്. ഇവിടെ മുട്ടപ്പനെ കൊണ്ടാണെങ്കിൽ അവന്റെ വേദന അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ ആ കാര്യം ഗോക്കുവിനോട് പറയും. എന്റെ വയറിൽ തീ കത്തിരിയും പോലെ വേദന എടുക്കുകയാണ്. ഇവിടെ എൽഡറിനാണെങ്കിൽ ആളുടെ പകയും ദേഷ്യം ഇരട്ടിയാവും. എൻ്റെ ബ്രദറിനെ കൊന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. അവനും ഞാനും ഒരുമിച്ചാണ് ഒരുപാട് കാലം ജീവിച്ചു വന്നത്. ട്രെയിനിങ് എടുത്തും കാര്യങ്ങൾ മനസ്സിലാക്കിയും എല്ലാം ഞങ്ങൾ ഒന്നിച്ച് മുൻപോട്ടേക്ക് വന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നുവെങ്കിലും ഞങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ഇങ്ങനെ ഒരു വിധി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഒരിക്കലും ഒന്നിനു വേണ്ടിയും അവനെ ഇല്ലാതാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. അതേസമയം ഇവിടെ ചിന്നപ്പയ്യനാണെങ്കിൽ വീണ്ടും വീണ്ടും മൊട്ടപ്പനെ ആഞ്ഞടിക്കുകയാണ്. എക്സ്ട്രാ പവറും പഞ്ചും എല്ലാം കിട്ടി മൊട്ടപ്പനാണെങ്കിൽ ആ ചുമരിൽ വീണ്ടും വീണ്ടും ആഞ്ഞടിക്കി വിട്ടു.
ആ ഞാഞ്ഞടിച്ച് താഴേക്ക് വീഴും. മൊട്ടപ്പനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇപ്പൊ പതിയെ എഴുന്നേറ്റ് നിൽക്കും. അടുത്ത നിമിഷം ആ ചിന്നപ്പയ്യനാണെങ്കിൽ മൊട്ടപ്പനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അവൻ തെറിച്ചു പോയി ആ കളത്തിന് പുറത്ത് അടിച്ചു വീഴും. അടുത്ത നിമിഷം നമ്മുടെ ഹാൻസം ബോയ് ആണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഓ നോ, അത് വേറൊരു സ്വപ്നമായിരുന്നു, ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞ് അവൻ ശ്വാസമൊക്കെ വലിച്ചു വിടും. കട്ട് ചെയ്ത ഇവിടെ ചിന്നപ്പയ്യൻ അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവൻ്റെ ഇന്നർ പവർ ഉപയോഗിച്ച് നമ്മുടെ മൊട്ടപ്പനെ കൂടുതൽ ദ്രോഹിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ കാര്യം പിടികിട്ടും. ചിന്നപ്പയ്യന് മാത്സും അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും എല്ലാം തന്നെ കൺഫ്യൂഷനാണ്. സോ അവൻ്റെ വീക്ക് പോയിന്റ് അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ചോദിച്ച് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ ഇപ്പം അവൻ്റെ കയ്യിൽ വിരലുകളുണ്ട് എന്ന് ചോദിക്കും. അവനാണെങ്കിൽ അവൻ്റെ വിരലുകൾ എണ്ണുന്ന ഗ്യാപ്പിൽ മൊട്ടപ്പൻ അവനെ ആഞ്ഞടിക്കും. ഇത് കിട്ടി അവൻ തെറിച്ച് വീഴും. അവനാണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് മൊട്ടപ്പൻ അവൻ്റെ അടുത്തേക്ക് അടുക്കുന്ന അതേ സമയം അവൻ്റെ ഇന്നർ പവർ ഉപയോഗിച്ച് മൊട്ടപ്പനെ ലോക്ക് ചെയ്യും. നമ്മുടെ മൊട്ടപ്പൻ അവൻ ചില്ലറക്കാരനല്ല. വീണ്ടും ഒരു മാത്സ് ക്വസ്റ്റ്യൻ അവനോട് ചോദിക്കും. അവൻ അതിൻ്റെ ആൻസറിന് വേണ്ടി തപ്പിത്തടയുന്ന ആ ഒരു ഗ്യാപ്പിൽ മൊട്ടപ്പൻ വീണ്ടും ഒരൊറ്റ അടി. ഒരു അടിയിൽ അവൻ അങ്ങനെ കൺട്രോൾ നഷ്ടപ്പെട്ട് തെറിച്ചുപോയി പുറത്തുള്ള ചുമരിൽ അടിച്ച് താഴെ വീഴും. മാർഷൽ മാനും എൽഡർമാനും അവർക്ക് രണ്ടുപേർക്കും ആ ഒരു കാഴ്ച കണ്ട് ചത്താ മതിയെന്നാവും. ഇവിടെ ആങ്കർ ആണെങ്കിൽ നമ്മുടെ മൊട്ടപ്പൻ ജയിച്ചതായി ഉച്ചത്തിൽ അനൗൺസ് ചെയ്യും. കുനും മാസ്റ്ററിനും നമ്മുടെ ആൾക്കാർക്കും അവിടെയുള്ള എല്ലാവർക്കും അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അവരാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പന്റെ പേരൊക്കെ വിളിച്ച് അങ്ങനെ ചെയർ ചെയ്യുകയാണ്. ആണെങ്കിൽ സ്റ്റേജിലേക്ക് ചാടി കയറി ഇവ മൊട്ടപ്പനെ കെട്ടിപ്പിടിച്ച് ഡാൻസ് കളിക്കും. അതുകൂടെ ആകുമ്പോൾ ഇവിടെ എൽഡറിനും മാർഷൽ ആർട്സ് മാനും അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻസൾട്ട് ഫീൽ ആവുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ഹാൻസം ബോയുടെ അടുത്തേക്ക് വന്ന് ആ ന്യൂസ് പറയും. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എനിക്കിത് കേട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതിന് മൊട്ടപ്പം പറയും, ഞാൻ ശക്തി കൊണ്ടല്ല എൻ്റെ ബുദ്ധി കൊണ്ടാണ് അവനെ തോൽപ്പിച്ചത്. അതിനാണെങ്കിൽ ബുൽമ ഇപ്പോൾ അവനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. 3000 പ്ലസ് 1000 മൈനസ് 10,000 അതിൻ്റെ ആൻസർ എത്രയാ? അത് കേട്ട് നമ്മുടെ മൊട്ടപ്പനാണെങ്കിൽ തല പോഞ്ഞ് ആലോചിക്കും. അവൻ അല്പനേരം ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാതെ മൊട്ടപ്പനാണെങ്കിൽ അവളോട് പറയും, അത്രയ്ക്ക് വലിയ ജീനസ് ഒന്നും അല്ല, എങ്കിലും ഞാൻ അവനെ തോൽപ്പിച്ചു, അത് എനിക്ക് ധാരാളമാണെന്ന് പറഞ്ഞ് അവനെങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ എൽഡറും മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ചിന്നപ്പയ്യനെ കണക്ക് പഠിപ്പിക്കുകയാണ്. എൽഡർ ആണെങ്കിൽ ഇപ്പൊ അവനോട് 2ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാൻ ചോദിക്കും. 3ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണെന്ന് ചോദിക്കും. അതിന് അവനാണെങ്കിൽ വിരലൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് അതിന്റെ ആൻസർ പറയും. അടുത്തതായിട്ട് 9ൽ നിന്ന് 6 കുറച്ചാൽ ഇപ്പയ്യനാണെങ്കിൽ തല പോഞ്ഞ് അവന്റെ വിരലൊക്കെ വെച്ച് എണ്ണുന്നത് കണ്ട് കലി ഇളകിയ എൽഡർ ആണെങ്കിൽ അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. ഒരു വേസ്റ്റ് ആണ്, നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്ന് പറഞ്ഞ് ആള് കടന്നു പോവും. കട്ട് ചെയ്താ ഇപ്പൊ നൈറ്റ് നമ്മുടെ ആൾക്കാരെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അതേസമയം മാർഷൽ ആർട്സ് മാനും ആ ചിന്ന പയ്യനും എൽഡറും അവരെല്ലാവരും ഉറങ്ങുന്നതിനിടയിൽ എൽഡർ ആണെങ്കിൽ പതിയെ എഴുന്നേൽക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ എൽഡർ എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ട് പതിയെ ആളെ നോക്കും. ആ എൽഡർ മാൻ ആള് ഡോർ തുറന്ന് പുറത്തേക്ക് അങ്ങനെ ചാടി ചാടി പോവാണ്. എൽഡർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ താമസിക്കുന്ന ആ ഹോട്ടലിന്റെ മുകളിലേക്ക് വരും. അതിനുശേഷം ഒരു കയറിട്ട് നമ്മുടെ ആൾക്കാരുടെ ഫ്ലോറിലേക്ക് വന്ന് സ്ലൈഡിംഗ് ഗ്ലാസ്സിൽ ഒരു ദ്വാരം ക്രിയേറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരികയാണ്. ആളാണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് അവനെ പഞ്ച് ചെയ്യും. ഗോകു ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കും. സോ അവന്റെ പഞ്ച് അത് പില്ലോയിലായിരിക്കും ഏൽക്കുക. ആ ശബ്ദം കേട്ട് ഗോകു ആണെങ്കിൽ ചാടി എഴുന്നേക്കും. അവൻ ഗോകുവിനെ അറ്റാക്ക് ചെയ്യും. അവനെ തിരികെ പഞ്ച് ചെയ്യുന്ന ശബ്ദം കേട്ട് ഇപ്പൊ നമ്മുടെ മൊട്ടപ്പനും മാസ്റ്ററും എല്ലാവരും എഴുന്നേൽക്കുകയാണ്. കാര്യം വഷളായെന്ന് മനസ്സിലാക്കിയ എൽഡർ ആളാണെങ്കിൽ ഇപ്പൊ ജനലിലൂടെ താഴേക്ക് എടുത്തു ചാടും. ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ആളുടെ പിന്നാലെ ചാടുകയാണ്. അത് കണ്ട് മൊട്ടയും എടുത്തു ചാടാൻ ശ്രമിക്കും. നമ്മുടെ അപ്പാപ്പൻ റോഷി ആണെങ്കിൽ അത് തടയാൻ ശ്രമിക്കുമ്പോഴേക്കും ആള് കട്ടിൽ നിന്ന് താഴേക്ക് വീണ് തകർന്ന് തരിപ്പണാവുകയാണ്. ഗോകു ആണെങ്കിൽ ഒരുപാട് ദൂരം ഓടി മുൻപോട്ടേക്ക് വരും. പക്ഷെ എവിടെയും ആരെയും കാണാനില്ല. അവന്റെ തൊട്ടു പുറകെ മൊട്ടപ്പനും എത്തി ചുറ്റും നോക്കും. അവിടെ എവിടെയും ആരുമില്ല. ഗോകു ആണെങ്കിൽ ഇപ്പം മൊട്ടപ്പനോട് പറയും, എൻ്റെ ഗസ് ശരിയാണെങ്കിൽ അതൊരു നെഞ്ചയാണ്. ഇത് പറയുന്ന അടുത്ത നിമിഷം ആള് താഴേക്ക് ചാടി വന്ന് ആദ്യം ആ മുട്ടപ്പനെ കിക്ക് ചെയ്ത് തെറിപ്പിക്കും. ഗോകു ആണെങ്കിൽ ആളെ സ്മെല്ല് ചെയ്യും. എനിക്ക് ഈ സ്മെല്ല് അത് മുൻപ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അടുത്ത നിമിഷം നമ്മുടെ മൊട്ടപ്പനാണെങ്കിൽ എൽഡറിനെ കവർ ചെയ്ത് വെച്ചിരുന്ന തുണി അത് വലിച്ചെടുക്കുകയാണ്. എൽഡർ ആണെങ്കിൽ അവനെ വീണ്ടും തട്ടിത്തെറിപ്പിക്കും. ഗോകു ആണെങ്കിൽ ആ എൽഡറിനെ കണ്ട് ഷോക്കാവും. നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ കൊല്ലാൻ ശ്രമിക്കണേ? അതിനാ എൽഡർ പറയും, നീ എൻ്റെ ബ്രദറിനെ കൊന്നു, സോ ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഗോകുവിന് നേരെ എടുത്തു ചാടും. അതുകൊണ്ട് ഗോകുവും മുകളിലേക്ക് ചാടി അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പരസ്പരം അടുക്കുന്ന അതേ സമയം ആ മാർഷൽ ആർട്സ് മാൻ അവനിടയിൽ വന്ന് അവർ രണ്ടുപേരെയും തള്ളി മാറ്റുകയാണ്. അതിനുശേഷം എൽഡറിനോട് പറയും, ഐ എം സോറി, നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടെ ഞാനിത് പറയുകയാണ്. ആക്ച്വലി നമ്മൾ ഇവിടെ വെച്ച് ഇവനെ കൊല്ലാൻ പാടില്ല. ഇവിടെയല്ല ഇവനെ ഡിസേർവ് ചെയ്യുന്ന മരണം. മത്സരത്തിൽ ആ റിങ്ങിൽ വെച്ച് ഇവന്റെ മാസ്റ്ററും ഇവന്റെ ആൾക്കാരും
ഒരുപാട് ജനങ്ങൾ നോക്കി നിൽക്കെ എനിക്കിവനെ ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലണം. അങ്ങനെ വേണം നമ്മുടെ റിവഞ്ച് തീർക്കാൻ. അത് കേട്ട എൽഡർ ഓക്കെ പറയും. ഇവിടെ ആ മാർഷൽ മാൻ ആണെങ്കിൽ ഗോക്കുയെ വെല്ലുവിളിക്കും. ഗോക്കു പറയും, എന്റെ ഫ്രണ്ട് ഹാൻസം ബോയോട് നീ ചെയ്ത ക്രൂരതയ്ക്ക് നിന്നെയും വെറുതെ വിടില്ല. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ചലഞ്ച് ചെയ്ത് ഇപ്പോ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.